ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുഹൈൽ അരീക്കല. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നേരെ ദമാമിലോട്ടാട്ടില്. അപ്പോൾ നമ്മൾ മുമ്പ് എടുത്തൊരു വിസ ഉണ്ടല്ലോ, ആ വിസയിലാണ് ഇന്നും പോകുന്നത്. അതായത് GCC രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് 1 ഇയറിൻ്റെ ഒരു വിസ ഉണ്ട്. നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും സൗദിയിലോട്ട് കയറാനുള്ള സൗദിയുടെ ഒരു 1 ഇയർ വിസ. ആ വിസയിലാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ ഉഫൂഫ് പോയി, അത് കഴിഞ്ഞ് നമ്മൾ റിയാദ് പോയി. അപ്പോൾ ഇന്ന് ദമാമിലോട്ട്. മുന്നേ നമ്മൾ പോയത് ഫാമിലി ആയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫാമിലി അല്ല, നമ്മൾ ഫ്രണ്ട്സാണ്. ഞാൻ, ബ്രദർ, നമ്മുടെ ഫ്രണ്ട്, അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ഇന്നത്തെ പോക്ക്. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ മുന്നേ നമ്മൾ പോയ പോക്കിൽ ഖത്തർ ടു ബോർഡറിലുള്ള മാക്സിമം വീഡിയോസ് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. മാക്സിമം നമുക്ക് ബോർഡറിൽ നിന്ന് ദമാമിലോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ പോകാട്ടിൽ. അപ്പോൾ നമ്മളങ്ങനെ ബോർഡറിലെത്തി. ബോർഡറിലെ ലാസ്റ്റ് പമ്പ് ഇവിടെ നോക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഫുൾ വണ്ടിയാട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. ലീവായതുകൊണ്ട് എല്ലാവരും സൗദിക്ക് കയറാനുള്ള പ്ലാനിലാട്ടിൽ. അപ്പോൾ ഈ കിട്ടുന്നത് ലാസ്റ്റ് പമ്പായതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇവിടുന്ന് അടിക്കുക. സൗദീൻ്റെ അകത്തേക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പമ്പുണ്ട്. പക്ഷേ നമ്മളെ ഖത്തറിൻ്റെ ഇവിടുത്തെ പമ്പിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഏകദേശം എല്ലാ ആൾക്കാരും ഇതേ ഈ പമ്പിൽ നിന്ന് അടിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മളും വരിക്കാണ്. ഇവിടെ ഒരുപാട് വണ്ടി വന്നുകൊണ്ട് കേട്ടില്ല. ഇന്ന് ഫുള്ള് ബോർഡർ കയറാനുള്ള ടീംസാണ് ഫുള്ള്. അപ്പം അങ്ങനെ വെള്ളം സെറ്റായി. ഇതിൻ്റെ ഫുള്ള് ബാക്ക് ഫുള്ള് ലോഡാണല്ലോ. അത് ബാക്ക് ഉള്ളിക്കാക്കാം നമുക്ക്. ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ അവിടെ ആ സൈഡിലിട്ടില്ല. ആ ഒറ്റക്കല്ല അവിടെ. കഴിഞ്ഞടാ, കഴിഞ്ഞോ? 1, 2, 3 ഒക്കെ കഴിഞ്ഞോ? എന്ത് എന്ത് നമ്മള് പോണ സമയത്തേ ആ ബാക്കിലൊരു വണ്ടി കൊണ്ടുപോകണ നിങ്ങൾ സംഭവം ട്രാക്കിൽ ഇറക്കണ സാധനമായിട്ടില്ലേ. കാരണം അതിൻ്റെ സീറ്റ്, ഹെൽമെറ്റ്, കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് സാധനമായിട്ടില്ലേ. കഴിഞ്ഞ എൻ്റെ പിള്ളേർ കഴിഞ്ഞോ? കാരണം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ബോർഡർ ചെയ്യുമ്പോൾ നമുക്ക് റോമിങ് സെറ്റാക്കണം. കാരണം ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖത്തർ സിമ്മാണല്ലോ, അത് റിസ്ക്കാണ്. അപ്പോൾ ആദ്യം ആ പണി തീർക്കട്ടെ. അങ്ങനെ നമ്മൾ ബോർഡറിലോട്ട് കയറിയിട്ടില്ലേ, നമ്മുടെ ഖത്തർ ബോർഡറിലോട്ട് കയറി. അപ്പോൾ ഇനി ഇവിടുന്ന് എമിഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങാം. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം 6 മണി. നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്, അത്യാവശ്യം ലൈനുണ്ട്, കാര്യങ്ങൾ അത്യാവശ്യം തിരക്കുണ്ട്. കാരണം പോണ വയ്ക്കണേ ഇവിടെ തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോർഡറിൽ നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ. പക്ഷേ ഇവിടെ എമിഗ്രേഷനിൽ ഈ ലൈനിൽ ഇതേ അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ. കംപ്ലീറ്റ് ആയി നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കട്ടല്ലേ. ഇനി അടുത്തത് ജസ്റ്റ് സീലിങ് കാര്യങ്ങളൊക്കെ കൺഫേംഡ് ആണോ എന്നുള്ളത് ഇതേ ഈ കാണുന്ന ഗേറ്റിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ കയറട്ടല്ലേ. ഫുൾ ടൈം നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന എല്ലാ ടൈമും നമ്മൾ രാവിലെ ആയിരുന്നു, ഡേ ടൈമിലാണ്. ആദ്യമായിട്ടാണ് നൈറ്റ് ടൈമിൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. കാരണം ഒന്നാമത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാത്രമാണല്ലോ, അപ്പോൾ പിന്നെ സീനില്ല. നമ്മൾ നേരെ സൗദി ബോർഡർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കട്ടില്ലേ. നമ്മുടെ ബോർഡറിലെത്തി, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അപ്പം ബോർഡറിൽ നിന്ന് നമുക്ക് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളത് കഴിഞ്ഞതാണ്. ആൾറെഡി നമ്മൾ മുന്നേ ചെയ്തതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരുത്തുണ്ട്, ഇവൻ ഇനി ഫിംഗറും മുഖ ടെസ്റ്റും മറ്റേ എല്ലാ ടെസ്റ്റും ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പം ഞാൻ അവിടെ കുറച്ച് ടൈം പോകാൻ സാധ്യത ഉണ്ട്. അത്യാവശ്യം ചെറിയ രീതിക്കൊരു മാച്ചാറിൽ ഇങ്ങനെ ചാറുന്നുണ്ട്. മെയിൻ എമിഗ്രേഷനിൽ നിന്ന് ബ്രദറിൻ്റെ ഫിംഗർ പ്രിൻറ്റും പിന്നെ ഫോട്ടോ ആ പ്രോസസ്സ് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇനി നേരെ നമ്മൾ ഗേറ്റ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടിട്ടില്ല. ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ സൗദിക്ക് കയറുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഉംറയുടെ ടീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇനി നേരെ നമ്മുടെ ബോർഡറിലോട്ട് കയറി ഇനി ഇവിടുന്ന് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇനി സൗദീൻ്റെ ഉള്ളിലോട്ട് കയറാം. കാരണം ഇന്ന് രാത്രി ആയതുകൊണ്ട് നമുക്ക് രാത്രി വീഡിയോസ് കൂടുതൽ ഉൾപ്പെടുത്തുന്നില്ല. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടില്ലേ ഞാൻ ചാടി ഏകദേശം 2 മണിക്കൂർ പോസ്റ്റിട്ടില്ലേ. നോക്കുകയാണെങ്കിൽ 6 മണിക്ക് നമ്മൾ ഖത്തറിൻ്റെ എമിഗ്രേഷൻ്റെ അവിടുന്ന് ലൈന് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് മറ്റേ ഫിംഗർ പ്രിൻറ്റ് എടുക്കാണ്ട് മെയിൻ ഓഫീസിൽ പോയി കാണാം. അതും കഴിഞ്ഞ് എല്ലാ എമിഗ്രേഷൻ പ്രോസസ്സും കഴിഞ്ഞ് നമ്മൾ സൗദിയുടെ ബോർഡറിലേക്ക് കയറിയപ്പോൾ സൗദി എമിഗ്രേഷൻ കഴിഞ്ഞ് സൗദിയിലോട്ട് കയറിയപ്പോൾ ഏകദേശം 2 മണിക്കൂർ ഈ എമിഗ്രേഷൻ പ്രോസസ്സും മാത്രം. അപ്പോൾ ഈ ലീവിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഫസ്റ്റ് വരുന്ന ടീമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കറക്റ്റ് ടൈം കണക്കാക്കിയിട്ടൊന്നും വരണേ. കാരണം നമ്മൾ ഇന്ന ടൈമിൽ ഇന്നോടത്തേക്ക് പിടിക്കുക എന്നുള്ള രീതിയിലൊക്കെ വരും. അതായത് ഉഫൂഫാണെങ്കിൽ ഉഫൂഫിക്ക് ഇന്ന ടൈം ആകുമ്പോൾ എത്താം, ദമാമാണ് ദമാമിലൊക്കെ ഇന്ന ടൈമിലെത്താം. ഇതിൽ ആ പ്ലാനിങ്ങിൽ ഒരിക്കലും വരരുത്. കാരണം ഇപ്പം തന്നെ കണ്ടില്ല 2 മണിക്കൂറാണ് വെയിറ്റിങ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ റൺ ചെയ്ത് പോകുന്നിട്ടില്ലേ. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണില്ല. പറയുമ്പോൾ ഈ സൈഡ് ഫുള്ള് ബീച്ചാണ്. ഇതിങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് എന്താ ലുക്ക് അറിയാം. ഈ സൈഡ് ഫുള്ള് കടലിൻ്റെ ഭാഗമായിട്ടില്ല. കടലിൻ്റെ സൈഡിലൂടെയാണ് ഈ റോഡ് പോകണം. മാക്സിമം നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് പകൽ വരാൻ പറ്റുമോ നോക്കണം. ഇതേ പോകുന്ന ഒരുത്തൻ മൂത്രമൊഴിക്കാൻ. എടാ കമ്പിമ്മ കയറേണ്ട ഉണ്ടാവും കേട്ടോ.
റോഡ് നല്ല അടിപൊളി റോഡ് ഇട്ടില്ല, സ്ട്രെയിറ്റ് ഒരു സിംഗിൾ റോഡ്, ഒറ്റ റോഡ്. ആ റോട്ടുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വളവോ തിരുവോ ഒന്നുമില്ല. അത്യാവശ്യം വെളിച്ചൊക്കെ കണ്ടു തുടങ്ങി, സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ നമുക്ക് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഈ വ്യൂ നല്ല മിസ്സിങ് ആയിട്ട്, കാരണം ഫുള്ള് കടലാണ്. കാരണം കടലിന് ചാരിയിട്ടാണ് ഈ റോഡ് ഇങ്ങനെ പോണത്. അപ്പോൾ ആ ഒരു വ്യൂ നമുക്ക് നല്ല രീതിക്ക് മിസ്സായി. തിരിച്ചു പോകുമ്പോൾ കിട്ടുമോ എന്നൊന്നും നോക്കണം, കാരണം മാക്സിമം കിട്ടാൻ നോക്കണത്, കാരണം നല്ലൊരു വ്യൂ ആണ്. കാരണം ദമാമ് പോരുമ്പോൾ ഈ പോരുന്നതിക്ക് വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ ആ ബീച്ച് കണ്ടാൽ തന്നെ അത്യാവശ്യം നല്ല വൈബായിരിക്കും. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് ചാടി. ഇതേടാ എമ്മതാ ഒരുപാട് നേരമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട്, വല്ല കോഫിയോ സ്നാക്സോ എന്തെങ്കിലും കഴിച്ചാൽ ഒന്നും കിട്ടില്ല. കാരണം വരുന്ന വഴിയിൽ ഒന്നുമില്ല. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം ഉണ്ടല്ലോ, ഇത് മെക്ഡോണൽസ് ഉണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ. ഏതായാലും നോക്കട്ടെ, ഇനിയിപ്പോൾ പ്രശ്നമില്ല, വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാം. കാരണം ഇവിടെ ഒരു സ്പെഷ്യൽ മന്തിയുടെ ഒരു കട ഉണ്ട് കാരണം ദമാമിൽ, അതൊന്ന് ചെക്ക് ചെയ്യണം ആദ്യം. നമ്മൾ അത്രയും കിലോമീറ്റർ ഓടി, ഏകദേശം 200 കിലോമീറ്റർ ഇല്ല നമുക്ക് ബോർഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട്, ഏകദേശം 2 മണിക്കൂർ റണ്ണിങ് കാണിക്കണ്. അപ്പോൾ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല നമുക്ക് പോരുന്ന സമയത്ത്. ഏതായാലും നമ്മൾ അന്നം മുടക്കണ്ട, ഫുഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഖത്തറിന് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഒന്ന് കഴിക്കണം മന്തി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി വെക്കാം. വാടാ, ഇതായിട്ടില്ല നമ്മളെ റെസ്റ്റോറൻറ്റ് ഒന്ന് കയറി വെക്കാൻ നമുക്ക്. ഏതാണ് അപ്പോൾ ഫാമിലി ഒന്നുമില്ല, നീ ബാ. നോ എടാ കഴിഞ്ഞത്രേ ഇല്ല, സെറ്റ് പാളി. ഇവിടെ ഫുഡ് ഇല്ല, ഫുഡ് ഫുള്ള് ഇന്ന് ക്ലോസ് അത്ര കഴിഞ്ഞു എന്ന് പറഞ്ഞത്. ഓ ഇന്ന് വിശന്ന് പണ്ടാറടങ്ങിയിരിക്കുക. എന്നിട്ടില്ല ഇവിടെ എത്തിയപ്പോൾ ഇതിൽ ഫുഡില്ല എന്ന് പറഞ്ഞു, കഴിഞ്ഞു, ടൈം കഴിഞ്ഞു, ഇതൊക്കെ ക്ലോസ് അല്ല, സംഭവം ഉണ്ട്, ഓർഡർ ഉണ്ടായിരുന്നു, പക്ഷേ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത പിടിച്ചു നോക്കട്ടില്ല നമുക്ക്. ഹോട്ടൽ മിസ്സായി, അടുത്തേക്ക് പിടിക്കട്ടില്ല, അടുത്ത റോസ്റ്റിൽ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയൊക്കെ നല്ല രസമുണ്ടല്ലേ, അത്യാവശ്യം വില്ലകൾ കുറേ കാണുന്നുണ്ട് ഈ ഏരിയയൊക്കെ അത്യാവശ്യം നല്ല സെറ്റ് സാധനത്തില്. ആദ്യത്തെ റെസ്റ്റോറൻറ്റ് നമുക്ക് പാളി, ഇന്നത്തെ ടൈം എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അത് നേരത്തെ ക്ലോസ് ചെയ്ത് പോകണം. ഇനി അടുത്തത് ഇതാ കാണും, അൽ റൊമൈൻസിയ. നമ്മൾ ഫ്രണ്ട് പറഞ്ഞതായിട്ടില്ലേ, അവരിടക്കിടയ്ക്ക് വരുന്നത് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടുത്തെ മന്തി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. അപ്പം അങ്ങനെ ഖത്തറിന് മന്തി കഴിക്കാൻ എന്താ മാമിലിട്ടില്ല നമ്മളിന്ന് ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഇവിടുന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ ഇവിടെ ഡൈനിങ് മേലുണ്ട്, നമുക്ക് ഡെലിവറി വേണമെങ്കിൽ ഇത്, പാർസൽ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇഡ്ഡലി റെസ്റ്റോറൻറ്റ്. ഇവിടെ ഫുള്ള് നമ്മളെ ഖത്തറിലെ അഫ്ഗാൻ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഒരു സീറ്റിംഗ് കാട്ടില്ല ഇവിടെ. ഇതിൻ്റെ അകത്ത് ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഓർഡർ ചെയ്തിട്ടില്ല, എന്നിട്ടാണ് സീറ്റിങ് അന്ന് സാധനം. ഇവിടെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇംഗ്ലീഷ് അറിയില്ല, നമുക്കാണെങ്കിൽ അറബി അറിയില്ല. അപ്പോൾ അവസാനം ഇവിടെ പുറത്തേക്കുന്ന ഒരുത്തനൊക്കെ പിടിച്ച് നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടില്ലേ, നമ്മൾ കരുതിയ സാധനം ഒന്നുമില്ല, വരുന്ന സാധനമൊക്കെ കഴിഞ്ഞിരിക്കണം. അതെല്ലാം കാര്യമൊക്കെ കിട്ടിയത് കഴിച്ച് പോകാമെന്ന്, വിശപ്പ് മാറണ്ടേ. സീറ്റ് കിട്ടിയത് ഇതിൻ്റെ അകത്താണ്. ആയിരിക്കടാ, ഇത് ഓട്ടോമാറ്റിക്കാ. അവിടെ നിന്ന് ഇങ്ങോട്ടത്തേപ്പൊക്കെ അത്യാവശ്യം ക്ഷണിച്ചിട്ടില്ലേ. ഇനി ഫുഡില്ലാതെ ഒരു പരിപാടി ഇനി മുന്നിൽ നടക്കില്ല. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ മജ്ലിസാണ് ഈ റെസ്റ്റോറൻറ്റിലുള്ളത്. അപ്പോൾ ഒരുപാട് കൗണ്ടറാണ്, ഒരുപാട് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് ഇപ്പം എത്തും. വാടാ കയറി ഇരിക്കുക, കൈ കഴിക്കണല്ലേ, ഞാൻ മറന്ന്. ഫുഡ് എത്തിയിട്ടില്ല. എത്ര കാലം നേരം വെയിറ്റ് ചെയ്തോ, കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം. അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ റൈസ്, സെറ്റ് സത്യത, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ റൈസ്. ഏതായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ. ഇനി ഏതായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ റൂമിൽ പോകണം. ഏതായാലും നോക്കാം. പോരാ, ഫുള്ളായി നല്ല ടൈറ്റായി. ഏതായാലും നമ്മൾ റൂമിൻ്റെ ലൊക്കേഷനിട്ടൊന്ന് പോയോക്കട്ടെ. ഇതിൻ്റെ പരിസരത്താണ് കാണുന്നത്. ഏതായാലും മുട്ട് നോക്കാം നമുക്ക്, വാടാ. അതേ അങ്ങനെ നമ്മൾ അത്യാവശ്യം സിറ്റി ഏരിയക്ക് എത്തിയിട്ടില്ലേ. എവിടെ ഖത്തർ? ആഹാ, വണ്ടി കൊണ്ടിട്ടില്ല, നമ്മളെ ഖത്തർ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇതെന്താടാ ഫ്ലമിംഗോ പാർക്കോ, ഇതെന്താ സെറ്റാണല്ലോടാ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഏകദേശം ഈ ഭാഗത്താട്ടില്ല. ഈ റൂം തപ്പാം. ഇവിടെ പാർക്കിങ് നമ്മൾ അതേപോലെ തന്നെ നാട്ടിലത്തെ അവിടെ പോലെ തന്നെ, നാട്ടിലത്തെ തന്നെ ഖത്തറത്തെ അവിടുത്തെ അതുപോലെ തന്നെ ഇട്ടില്ല. എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടെ പാർക്ക് ചെയ്യുക. ഇന്നാളെ വീട് ഇന്നാളതൊന്നുമില്ല. ഇതേ ലോഡിങ്ങാർ എന്തിയടാ. ഹലോ എന്താടാ. അങ്ങനെ നമ്മളെ വണ്ടി അവിടെ സൈഡാക്കിയില്ല, സാധനമൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക്. കാരണം ടൈം അത്യാവശ്യം ആയിട്ടുണ്ട്, ഏകദേശം 1 മണി ആയിക്കോട്ടെ. ഏതാല്ലേ ബ്രാൻഡ് ഷൂ, ബ്രാൻഡ് പാൻറ്, ഒരു 50 പൈസ കീസും. അതിലെന്താടാ നല്ല സാധനം.